ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് രണ്ടാമത്തെ പെരുന്നാളിൻ്റെ ദിവസത്തതും ഇന്നലത്തതും കൂടി ചേർത്തിട്ടുള്ള വീഡിയോ ആണ്. രണ്ടാം പെരുന്നാൾക്ക് ആങ്ങളുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ആദ്യം പുസ്തവെള്ളം ഉണ്ടാക്കി കൊടുത്ത് അതിനുശേഷം ഉച്ചക്ക് ചോറിന് ചിക്കൻ ബിരിയാണി, ബീഫ് വരട്ടിയത്, മാങ്ങ അച്ചാറ്, കൈപ്പക്ക അച്ചാറ്, സുർക്ക, ഇത്രയും സാധനങ്ങളായിരുന്നു. പിന്നെ സേമിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇന്നലെ രാത്രിയിൽ ഒരു വിരുന്നുകാരുണ്ടായിരുന്നു, എൻ്റെ ആങ്ങളുടെ സ്കൂളത്തെ മാഷും ടീച്ചറും. അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ മീൻ. സാദാ ചോറും കൂട്ടാനും മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്പെഷ്യലായിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇത് പരലും മീനും മാന്തളും കൂടെയാണ്. അപ്പോൾ അത് പൊരിക്കാൻ വിചാരിച്ച് അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് മീൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം മുരിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ഭാഗം മുരിഞ്ഞ് കിട്ടുമ്പോൾ അതിൽ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് മാക്സിമം അമർത്തുക. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. സുഹറ മറിയം എന്നാണ് ഐ ഡിയുടെ പേര്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മീൻ. ഇപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിയത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റുക ചട്ടിയിൽ നിന്ന്. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് ഉച്ചക്ക് ഞങ്ങളത് കഴിച്ചിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ റാക്കിൻ്റെ ഒട്ട്. പിന്നത്തെ രാത്രിയിൽ നെയ്ച്ചോറ്, പിന്നെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ബീഫ് വരട്ടിയതുണ്ട്, പപ്പടമുണ്ട്, പിന്നെ കാബേജും പയറും ഉപ്പേരി, മാങ്ങ അച്ചാറ്, കൈപ്പക്ക അച്ചാറ്, കുമ്പളം കറി, ചേനയും പൊടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.